ജയലാൽ പോയ ശേഷം ഭാഗ്യലക്ഷ്മി വിജയകുമാറിനോട് പറയുകയാണ്, ഒരു മറയില്ലാത്ത ഒരാൾ, ഒരു സത്യസന്ധനായ മനുഷ്യൻ. മോളുടെ കാര്യമെല്ലാം അറിഞ്ഞിട്ട് മോളെ തന്നെ മതിയെന്നും പറഞ്ഞ് ഒരാൾ വരുമ്പോൾ അതെങ്ങനെയും അലമ്പിക്കളയാൻ നോക്കുകയാണ്. ദേഷ്യപ്പെട്ട് വിജയകുമാർ ചോദിക്കുകയാണ്, ആരാടി അലമ്പിക്കളയാൻ നോക്കുന്നത്? കല്യാണമെന്നൊക്കെ പറയുമ്പോഴേ ഒരു വ്യക്തത വേണം, വ്യക്തത. പയ്യനെല്ലാം അറിയാം, പക്ഷെ അവന്റെ വീട്ടുകാർക്ക് എല്ലാം അറിയാമോ? അവരറിയുമ്പോൾ ഇതിൽ നിന്നും പിന്തിരിയാൻ അവനെ ഫോഴ്സ് ചെയ്താലോ? അവനെല്ലാം അറിയാമല്ലോ, അതുപോരെ? അന്നേരം വിജയകുമാർ ചോദിക്കുകയാണ്, എന്തായാലും ശരി, ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. കല്യാണം കഴിഞ്ഞു എന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനൊപ്പം ചുറ്റലൊന്നും വേണ്ടാന്ന്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എനിക്ക് 100% വിശ്വാസമില്ലാത്ത ഒരാളോടൊപ്പം പോകാൻ ഞാൻ പറയില്ല. എടി, ഫോണിലൂടെയുള്ള വിളിയൊക്കെ ആകാം, പക്ഷെ ഒന്നിച്ചുള്ള ചുറ്റലുകൾ വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, മക്കളുടെ കാര്യത്തിൽ ഇതിനു മുമ്പ് ഇത്രയും ശ്രദ്ധയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇടയ്ക്കൊന്ന് വഴിതെറ്റി പോയതുകൊണ്ട് എനിക്ക് ഇവളുടെ കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ. മറ്റവളോടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അമ്മയുടെ തനി പകർപ്പല്ലേ, ബെല്ലുമില്ല ബ്രേക്കുമില്ല, അതങ്ങനെ ഒരു ജന്മം. തിരുത്താൻ കഴിയുന്നവരെയല്ലേ തിരുത്താൻ പറ്റൂ, അതുകൊണ്ട് പറഞ്ഞതാണ്. അച്ഛന്റെ സംസാരം കേട്ട് ദീപ പറയുകയാണ്, ലാലേട്ടനൊരു മാന്യനാണച്ച. വിജയകുമാർ പറയുകയാണ്, എല്ലാവരും മാന്യന്മാരാണ് മോളെ, കാര്യം കഴിയുന്നത് വരെ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഡോക്ടർ ഇക്ബാൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത പയ്യനാണ് ജയലാൽ. ഭാഗ്യലക്ഷ്മിയെ കളിയാക്കി വിജയകുമാർ പറയുകയാണ്, ഡോക്ടർ ഇക്ബാലിന്റെ വാക്ക് ദൈവത്തിനും മുകളിലാണല്ലോ, എനിക്കും മുകളിലാണല്ലോ. സംശയം എന്താ? കള്ളങ്ങൾ മാത്രം പറയുന്ന നാവാണ് നിങ്ങളുടേത്. അത് മക്കൾക്ക് വേണ്ടി ഇന്നേ വരെ ചലിച്ചിട്ടുണ്ടോ? മോളെ, അടുത്ത വഴക്കിനുള്ള വിഷയം തരികയാണ് നിന്റെ അമ്മ. ഇപ്പോൾ ജോലി പോയി ഈ ചേടിച്ച് വീട്ടിലിരിക്കുന്നത് കൊണ്ട് വായിട്ടലയ്ക്കാൻ ആളില്ല. അപ്പോൾ എന്റെ മണ്ടയ്ക്ക് കേറാമല്ലോ. ഒരു വാദപ്രതിവാദത്തിനൊന്നും താല്പര്യമില്ലാതെ കോടതിയെ പോലും മറന്നു നടക്കുകയാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ഉണ്ടല്ലോ വെറുതെ കയറി ചൊടിപ്പിക്കരുത്. നീയായി, നിന്റെ മക്കളായി, പിന്നെ ഇവളോട് ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നാശങ്ങൾ എന്ന് പറഞ്ഞ് അവിടുന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ് വിജയകുമാർ. വിജയകുമാർ പോയ ശേഷം ഭാഗ്യലക്ഷ്മി ദീപയോട് പറയുകയാണ്, അയാൾക്ക് സദാനന്ദന്റെ മോനെ പോലുള്ള ആൾക്കാരുമായിട്ടാണ് സംസർഗം കൂടുതൽ. നല്ലവരെ അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. മോളതൊന്നും കാര്യമാക്കേണ്ട. അതിരിക്കട്ടെ, മോളും ജയലാലും ഇന്നെവിടെയാണ് പോയത്? വെറുതെ പുറത്തേക്കൊക്കെ. കഴിഞ്ഞ തവണ പോയപ്പോൾ ചില പിള്ളേര് മോളെ കമന്റ് ചെയ്തായിരുന്നല്ലോ. ഇത്തവണ അതൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ലമ്മേ എന്ന് പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആ ജയലാലിന് ഒരു ചായ പോലും കൊടുക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്കാണ് അങ്ങേര് കയറി വന്നത് പുണ്യാളനാകാൻ. പിന്നീട് രചന തന്റെ ഫ്രണ്ട്സിനോട് ചൂടാവുകയാണ്, എല്ലാവർക്കും പോക്കറ്റ് മണി വേണമായിരുന്നു, അതിനു വേണ്ടിയൊക്കെ തന്നെയാണ് നിന്നെയൊക്കെ കൂടെ കൂട്ടിയത്. എന്നിട്ട് വിമർശിക്കുന്നു. അന്നേരം കൂട്ടുകാരിൽ ഒരാൾ പറയുകയാണ്, നീ ഇത്രത്തോളം അവളെ തകർക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. എന്റെ അച്ഛന്റെ ബൈപ്പാസ് സർജറിക്ക് വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് എന്റേതായ ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല. അന്നേരം കോളേജിലേക്ക് ദിയ എത്തുകയാണ്. ഫ്രണ്ട്സ് പറയുകയാണ്, ദേ അവളുടെ അനിയത്തി വരുന്നുണ്ട്, നമുക്ക് പോകാമടി, തലവേദന കേസാണെന്നും പറഞ്ഞ് അവർ രചനയുടെ അടുത്ത് നിന്നും പോവുകയാണ്. രചനയെ മൈൻഡ് ചെയ്യാതെ ദിയ പോകുമ്പോൾ രചന പറയുകയാണ്, നിൽക്കടി, ഞാനാണ് നിന്റെ ചേച്ചിയെ തളർത്തിയതെന്ന് പാടിക്കൊണ്ടു നടന്നാൽ എനിക്കൊന്നും സംഭവിക്കില്ല. നിന്റെ ചേച്ചിയാണ് വീട്ടിനകത്ത് ആയിപ്പോയത്, എനിക്കൊരു ചുക്കും സംഭവിച്ചിട്ടില്ല. ദിയ പറയുകയാണ്, നാണവും മാനവും ഇല്ലാത്തവളാണ് നീ. നല്ലൊരമ്മ വളർത്താത്തതിന്റെ ഒരുപാട് കേടുണ്ട് നിന്റെ സ്വഭാവത്തിന്. അതേടി, നീ പറഞ്ഞത് സത്യമാണ്. നല്ലൊരമ്മ വളർത്താത്തതിന്റെ ദൂഷ്യങ്ങളെല്ലാം ഉണ്ട് എന്റെ സ്വഭാവത്തിൽ. എന്നാൽ നീ അങ്ങനെയല്ല. നിന്റെ അമ്മ വളരെ നല്ല അമ്മയാണ്. അവരുടെ തന്റെ ഇടമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. സത്യസന്ധ കോടതിയിലെ നീതിദേവതയ്ക്ക് പകരം വേണമെങ്കിൽ അവരെ ഇരുത്താം. അത്രയ്ക്ക് ശരിയെന്ന് തോന്നുന്ന മാത്രം ചെയ്യുന്ന കൂട്ടത്തിലാണ് അവർ. ദിയ പറയുകയാണ്, എന്റെ അമ്മയെക്കുറിച്ച് നീ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട. എന്നാൽ നിന്റെ അമ്മയെക്കുറിച്ച് നിനക്ക് പോലും അറിയില്ല. ദൈവം പോലും പൊറുക്കാത്ത നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നിന്റെ അച്ഛൻ നേരത്തെ പോയി. അതിനു മുമ്പ് നിന്റെ അമ്മ പോയിന്ന് നീ പറഞ്ഞ് എനിക്കറിയാം. അതിലെന്തേലും സത്യമുണ്ടോടി? നിന്റെ സ്വഭാവം വെച്ചിട്ട് അച്ഛനെയും നിന്നെയും കളഞ്ഞിട്ട് മറ്റേതെങ്കിലും ആണുങ്ങളുടെ തോളിൽ തൂങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. അതുപോലെ മോശമാണ് നിന്റെ സ്വഭാവം. തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച ഒരമ്മയുടെ മകൾക്ക് മാത്രമേ നിന്നെ പോലെ ആകാൻ കഴിയൂ. ദേഷ്യപ്പെട്ട് രചന പറയുകയാണ്, അറിയാം. ഇനിയും നീ എന്റെ രക്തം തിളപ്പിക്ക്. ജയിക്കാൻ വേണ്ടി, എന്നെ നോവിക്കാൻ വേണ്ടി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുലുങ്ങില്ലടി. തീയിൽ കുരുത്താൽ പിന്നെ വെയിലത്ത് വാടില്ലെന്ന് നീ കേട്ടിട്ടില്ലേ?
അത്ര പെട്ടെന്നൊന്നും പാടുന്ന മനസ്സല്ല എന്റേത്. നിന്റെ ചേച്ചി ഇപ്പോ വീട്ടിനകത്തായില്ലേ, അവൾക്ക് വെളിച്ചം കാണുന്നത് പേടിയല്ലേ? അതുപോലൊരു ദിവസം നിനക്കുമുണ്ട്. നീ പറഞ്ഞല്ലോ ഇപ്പോൾ എന്റെ അമ്മയുടെ തന്റെ ഇടം കിട്ടിയ മോളാണ് ഞാനെന്ന്. അതെ, ആ തന്റെ ഇടം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നോട് മത്സരിച്ചാൽ, ചേച്ചിയെ പോലെ എന്നെ വീട്ടിനകത്ത് ആക്കാൻ നോക്കിയാൽ അവിടെ തോറ്റ് പിൻവലിയേണ്ടി വരുന്നത് നീ ആയിരിക്കും. നീ കോളേജിലേക്ക് വന്നപ്പോൾ പലരും നെറ്റി ചുളിച്ചില്ലേ? അതേ സമയത്ത് നീ ഞങ്ങളുടെ കുടുംബത്തോട് തീർത്താൽ തീരാത്ത പകയും ദേഷ്യവും ഒക്കെ ഉണ്ടെന്ന് തട്ടിവിട്ട് കാണും. എന്റെ കുടുംബത്തിലുള്ളവർ നിന്നോടോ നീ സ്നേഹിക്കുന്നവരോടോ നെറുകേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം നീ കാണിക്കണം. അല്ലാതെ അവിടെ ഇവിടെയും തൊടാതെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ എന്റെ ചേച്ചിയെ വീട്ടിൽ തളച്ചിട്ടിട്ട് ഇവിടെ വന്നു പറഞ്ഞല്ലോ. നീ അങ്ങനെ വരും, കാരണം സദാനന്ദന്റെ മോൻ പണം എറിഞ്ഞു തന്നാൽ നാളെ അവൻ വിളിക്കുന്നിടത്തേക്ക് പോകുന്ന ഒരു നാലാംകിട പെണ്ണാണ് നീ. അന്യന്റെ മക്കൾക്ക് ട്യൂഷൻ എടുത്തും വീട്ടു ജോലികൾ ചെയ്തുമാണ് നീ പഠിക്കുന്നതെന്ന് എന്റെ ചേച്ചി പറഞ്ഞ് എനിക്കറിയാം. ശരിക്കും അത് മാത്രമാണോ നിന്റെ തൊഴിൽ? അല്ലാത്ത മാർഗത്തിലൂടെയും ഇഷ്ടം പോലെ പണം സമ്പാദിക്കുന്നുണ്ടാകും. മനസ്സിനും ശരീരത്തിനും ശുദ്ധി വേണമെങ്കിൽ നല്ല അമ്മയ്ക്ക് ജനിക്കണമെടി. അമ്മ ആരാണെന്നെങ്കിലും പറയാൻ കഴിയണം. അത്രയും പറഞ്ഞു പോവുകയാണ് ദിയ. ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് രചന. പിന്നീട് കാർത്തിയോട് സംസാരിക്കുകയാണ് രചന. അവളും അവളുടെ കുടുംബവും നശിക്കണം. നിന്റെ അച്ഛനേക്കാളും ദേഷ്യം എനിക്ക് അവരോട് ഉണ്ട്. കാർത്തി ചോദിക്കുകയാണ്, നിനക്കെന്താ അവരോട് ഇത്രയ്ക്കും ദേഷ്യം? പുറത്തു പറയാൻ പറ്റാത്ത ചില സംഭവങ്ങൾ ഉണ്ട് കാർത്തി. അല്ലാതെ പണത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ അന്ന് നിങ്ങൾക്കൊപ്പം നിന്നത്. ഭാഗ്യലക്ഷ്മിയും മക്കളും സ്വസ്ഥമായിട്ട് ജീവിക്കരുത്. അന്നേരം കാർത്തി ചോദിക്കുകയാണ്, അല്ല ഇപ്പോൾ നീ എങ്ങനെയാണ് ജീവിക്കുന്നത്? കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ വീട്ടുപണി ചെയ്യണമെങ്കിൽ അതും ചെയ്യും. നിനക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. എന്റെ ആവശ്യം പണമല്ല. ഞാനിപ്പോൾ ഒറ്റത്തടിയാണ്. എന്നെ ഓർത്ത് കരയാൻ ആരുമില്ല. പക്ഷെ എനിക്ക് കരയിക്കാൻ ചിലരുണ്ട്. അവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നീ പിന്നെ അന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് അവളെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെന്തിനാണ് പുണ്യാളത്തിയായത്? കുറച്ച് ഫോട്ടോസ് എടുത്താൽ മതി, ഒറ്റ പോറല് പോലും അവൾക്ക് പറ്റരുത് എന്നൊക്കെയല്ലേ പറഞ്ഞത്? അവൾക്ക് പോറൽ പറ്റണമായിരുന്നു. അവളുടെ അമ്മയുടെയും അനിയത്തിയുടെയും പരിധി വിട്ടുള്ള പോക്ക് കാണുമ്പോൾ അന്ന് ദീപ എന്ന പെണ്ണിനെ വെറുതെ വിട്ടത് ശരിയായില്ല എന്നെനിക്ക് ഇന്ന് തോന്നുന്നു. രചന പറയുകയാണ്, അങ്ങനെ ഒരു തോന്നൽ എനിക്കും ഇല്ലാതില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ കോളേജിൽ വെച്ച് നിന്നോടൊരുത്തി ഏറ്റുമുട്ടിയില്ലേ? അവളെ സഹായിക്കാൻ പിന്നാലെ ഒരുത്തനുണ്ട്. പുറത്തു വച്ചും ജയിലിനകത്ത് വെച്ചും അവൻ എന്റെ ദേഹത്ത് കൈവച്ചതാണ്. ബുള്ളറ്റ് ജഗൻ എന്ന് പറയുകയാണ് കാർത്തി. എന്തിനും പോന്നൊരു തനി വെട്ടുപോത്താണ് അവൻ. അവനെ പേടിച്ചിട്ടാണ് അവനെ എന്റെ അച്ഛൻ ജയിലിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോ. രചന പറയുകയാണ്, എനിക്കൊരു ബുള്ളറ്റ് ജഗനെയും പേടിയില്ല. മരണത്തെ പേടിയില്ലാത്തവൾ പിന്നെ മനുഷ്യനെ പേടിക്കുന്നത് എന്തിനാണ്? ദിയെയും അവളുടെ കുടുംബത്തെയും തകർത്താൻ വേണ്ടി കാർത്തി എന്ത് ചെയ്താലും ഞാൻ കൂടെ ഉണ്ടാവും. എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്യും. അത്രയും പറഞ്ഞ് വണ്ടിയെടുത്ത് പോവുകയാണ് രചന. പിന്നീട് വീട്ടിലേക്ക് വരികയാണ് ദിയ. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ഇന്നെന്താ മോളെ നീ വേഗം കോളേജിൽ നിന്ന് വന്നത്? ക്ലാസ്സിലിരുന്നിട്ട് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എന്തു പറ്റി? ദീപയുടെ കാര്യം പറഞ്ഞ് കുട്ടികൾ കളിയാക്കുന്നുണ്ടോ? അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ അവളെ ഞാൻ കോളേജിൽ വെച്ച് കണ്ടിരുന്നു, ആ രചനയെ. അവൾക്കൊരു കൂസലും ഇല്ല. അവൾ എന്നെ കാണുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ്. ഞാനും വിട്ടുകൊടുത്തില്ല. അവളുടെ മനസ്സിൽ തട്ടുന്ന രീതിയിലാണ് ഞാനും സംസാരിച്ചത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അവളുടെ അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് അവളോടുള്ള ദേഷ്യം കുറച്ച് കുറഞ്ഞതാണ്. എന്നാൽ അവൾ നമ്മളൊന്നും കരുതുന്നത് പോലെ അല്ല മോളെ. തന്റെ ഇടം കുറച്ച് കൂടുതലാണ്. അവളുടെ അച്ഛനോട് അമ്മ ഐസിയു കയറി പരുഷമായി സംസാരിച്ചതിന് ശേഷമാണ് അയാൾ മരിച്ചത്. ആ വൈരാഗ്യം അവൾക്ക് നമ്മളോട് ഉണ്ടാകും. അത് മനസ്സിലാക്കാം. പക്ഷേ അവൾ മറ്റെന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് മോള് നേരത്തെയും പറഞ്ഞല്ലോ. ആ കോളേജിൽ നിങ്ങൾ പഠിക്കാൻ പോയതിനു ശേഷമല്ലേ നിങ്ങൾ പരിചയപ്പെട്ടത്. പിന്നെ അവൾക്ക് നിങ്ങളോട് മുൻവൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം എന്താണ്? അതറിയില്ല. എന്തായാലും അവൾ രണ്ടും കൽപ്പിച്ചാണ് കോളേജിൽ വരുന്നത്. തെറ്റ് ചെയ്തത് അവളാണ്. അതുകൊണ്ട് അവളുടെ മുൻപിൽ എന്റെ മോൾ ചൂളേണ്ട കാര്യം ഇല്ല. ദിയ പറയുകയാണ്, ഞാൻ അങ്ങനെ തല താഴ്ത്തി പോന്നില്ല. പിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾക്കതിൽ യാതൊരു കുറ്റബോധം പോലും ഇല്ല. ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിലാണ് അവളുടെ സംസാരം. അതാണമ്മേ സഹിക്കാൻ കഴിയാത്തത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോളതൊന്നും കാര്യമാക്കേണ്ട. എല്ലാ ദിവസവും കോളേജിൽ പോണം, നന്നായി പഠിക്കണം. നമ്മൾ വഴക്കുണ്ടാക്കാനല്ലല്ലോ കോളേജിലേക്ക് പോകുന്നത്. പിന്നെ ദീപമോള് ജയലാലുമായി പുറത്തു പോയിട്ട് വന്നതിൽ പിന്നെ അവൾക്ക് എന്തൊക്കെയോ ടെൻഷൻസ് ഉണ്ട്. ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല. ഇനി പുറത്തു വെച്ച് ആരെങ്കിലും കളിയാക്കിയോ എന്നൊന്നും അറിയില്ല.
ദിയ ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്താലും അതിന് ചുട്ട മറുപടി ലാലേട്ടൻ കൊടുക്കുമല്ലോ. ഏതായാലും മോള് ദീപയോടൊന്ന് സംസാരിക്കുക. പിന്നീട് വഴിയരികിൽ വെച്ച് ഡോക്ടറോട് സംസാരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. എന്താ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞത്? അല്ല, ദീപമോള് വീട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും മേഡത്തോട് പറഞ്ഞായിരുന്നോ? ഇല്ല, എന്താ? ലാലും ദീപമോളും കൂടി കാറിൽ പോകുമ്പോൾ ഒരുത്തൻ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. ആ സദാനന്ദന്റെ മോൻ. അവൻ കല്യാണം പൊളിക്കുന്ന രീതിയിലാണ് ഓരോന്ന് സംസാരിച്ചത്. പിന്നെ നിങ്ങൾ ആരെയും വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയായിരിക്കും മോള് പറയാതിരുന്നത്. ആകെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ജയലാല് ഡോക്ടറെ വിളിച്ചായിരുന്നു. അങ്ങനെയല്ലേ ഞാൻ അറിഞ്ഞത്. എന്നിട്ട് ലാൽ അത് സീരിയസ് ആയിട്ട് എടുത്തോ? അതും കൂടി പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ നിങ്ങളാരും കരുതുന്നത് പോലെയുള്ള ക്യാരക്ടർ അല്ല. കണ്ണിൽ കാണാത്ത കാര്യങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. അതെത്ര അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞാലും ശരി. അതുപോലെ തന്നെ ഒരാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ പെട്ടെന്നൊന്നും വിട്ടുകളയത്തും ഇല്ല. ദീപമായി കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് ഇന്ന് വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. അവൻ ആ കാർത്തി എന്താ ജയലാലിനോട് പറഞ്ഞത്? അതെന്തെങ്കിലും ആകട്ടെ. അതിന്റെ പേരിൽ മേഡത്തിനും മോൾക്കും എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറയാനാണ് ഞാൻ വന്നത്. ലാലിനെ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. ചൊൽപ്പടിക്ക് നിർത്തിയാണ് ആ അമ്മ 4 മക്കളെയും വളർത്തിയത്. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അവരെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. ഇളയ മോൾക്ക് കൂട്ടിരിക്കാൻ പോവുകയാണ് എന്നല്ലേ പറഞ്ഞത്? ഉടനെ എങ്ങാനും വരുമായിരിക്കുമോ? അറിയില്ല, വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ സംഭവത്തിന്റെ പേരിൽ ആ സദാനന്ദന്റെ മോനോട് മാഡം വഴക്കിനൊന്നും പോണ്ട. അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. ലാലും അത് പ്രത്യേകം പറഞ്ഞയച്ചു. സദാനന്ദനും മോനും കിണഞ്ഞു പരിശ്രമിച്ചാലും ലാലിന്റെ മനസ്സ് മാറ്റാൻ കഴിയില്ല. അവൻ അത്രത്തോളം ദീപയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇന്ന് പുറത്തുപോയി കഴിഞ്ഞപ്പോൾ ദീപയുടെ ക്യാരക്ടർ അവന് കുറച്ചുകൂടി ബോധ്യമായി. വീടിനകത്ത് ഒതുങ്ങിക്കൂട്ടാതെ ദീപയെ പുറത്തോട്ടിറക്കണമെന്ന് മാഡത്തോട് പറയാൻ പറഞ്ഞു. അതിന് മോളെ ഒന്ന് പ്രഷർ ചെലുത്താൻ ലാലിനോട് പറയണം. ഡോക്ടർക്കറിയാമല്ലോ, ദിയയല്ല ദീപ. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പോലും പ്രതികരിക്കാതെ നിൽക്കുന്ന ഒരു പാവം കുട്ടിയാണ് മോൾ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ. അത് ഉറപ്പിച്ചോ? ലാലിന്റെ ഭാര്യയായി ചെന്നു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അവരൊന്നിച്ചു പങ്കെടുക്കുന്ന എല്ലാ ഫംഗ്ഷനും പോകേണ്ടിയും വരും. ആള് വെറുതെ പൈസ കളയുന്ന കൂട്ടത്തിലുമല്ല, എന്നാൽ പിശുക്കനുമല്ല. അത്യാവശ്യം ഷോപ്പിങ്ങും ഔട്ടിങ്ങും ഒക്കെ വേണമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. പ്രത്യേകിച്ച് സൺഡേസിൽ ഒരു കറക്കവുമുണ്ട്. എല്ലാ തലവേദനകളും ഭാരങ്ങളും ഒക്കെ ഇറക്കി വെക്കുന്ന ദിവസമാണ് സൺഡേ എന്ന് അവൻ പറയാറുമുണ്ട്. മേഡം എന്തായാലും മോളോട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയ്. അതൊക്കെ കേട്ട് സന്തോഷിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് വീട്ടിലിരുന്ന് പഠിക്കുന്ന ദീപയുടെ അടുത്തേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മി. മോളെ സദാനന്ദന്റെ മോൻ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നോ? ഒന്നും മിണ്ടാതെ ദീപ ഇരിക്കുമ്പോൾ വീണ്ടും ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ജയലാലുമായി പോകുമ്പോൾ കാറിന് തടഞ്ഞു നിർത്തി അവൻ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് പിന്നെയെന്ന് ദീപ പറയുമ്പോൾ അവിടേക്ക് വരികയാണ് ദിയയും. എന്താ മോളെ, ഇതുപോലെയുള്ള കാര്യങ്ങൾ അമ്മയോട് പോലും എന്താ പറയാതിരുന്നത്? എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് ദിയയും. മോളോട് പറഞ്ഞിരുന്നോ ഇവർ രണ്ടാളുമായി പോകുമ്പോൾ സദാനന്ദന്റെ മോൻ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യം? ഇല്ല. അങ്ങനെ സംഭവിച്ചോ ചേച്ചി? സംഭവിച്ചു എന്ന് ദീപ പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എന്നിട്ട് ജയലാൽ എന്താ പറഞ്ഞത്? ലാലേട്ടന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് ഇനിയും അവന്റെ ഭാഗത്തു നിന്നും ശല്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേറിയേണ്ട കാര്യമില്ലെന്നാണ് ജയേട്ടൻ പറഞ്ഞത്. ദിയ ദേഷ്യപ്പെടുകയാണ്. ആ സദാനന്ദനും മോനും കച്ചകെട്ടി ഇറങ്ങിയാണല്ലോ വിവാഹം മുടക്കാൻ. അന്നേരം വാതിൽക്കലേക്ക് വന്ന വിജയകുമാർ ചോദിക്കുകയാണ്, ഓഹോ, അതിപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടോ? സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, കല്യാണാലോചന വന്നത് മുതൽ നിങ്ങൾ അതിന് എതിര് നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് നിങ്ങളായിരിക്കും പറഞ്ഞു കൊടുത്തത് മോളുടെ കല്യാണം നടക്കാൻ പോവുകയാണെന്ന്. ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ സദാനന്ദൻ മണത്തറിയും ഇവിടത്തെ ഓരോ ചലനങ്ങളും. ദീപ ചോദിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അയാൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ ലാലേട്ടനുമായി പോകുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയുകയായിരുന്നു. വിജയകുമാർ പറയുകയാണ്, ഇനിയിപ്പോ നിന്റെ കല്യാണമാണെന്നും അറിയും. ഇവിടെ ആലോചന മുറുകി വരുമ്പോൾ അതിനേക്കാളും മുറുകും അവിടെ ഗൂഢാലോചന. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.